ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഇറാനും അമേരിക്കയും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ലോകം വീണ്ടും ആശങ്കയിലായി. ഇറാനുമായി ഇനി ബന്ധപ്പെടാൻ താൽപ്പര്യമില്ല എന്ന് ട്രംപ് പറയുന്നു. അതായത് സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമൊരുക്കാൻ തയ്യാറാക്കിയ ധാരണാപത്രത്തിന് ഇനി സാധുത ഇല്ല എന്നർത്ഥം. ഇറാൻ നിഷ്കർഷിച്ച കടൽപാതയിലൂടെ അല്ലാതെ സഞ്ചരിച്ച 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇറാനിലെ 80-ലധികം കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. ബഹ്റൈനിലെ യുഎസിന്റെ 5th ഫ്ലീറ്റിൽ ഉൾപ്പെടെ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചുവെന്ന് ട്രംപ് പറയുന്നത്. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ സമ്മേളനത്തിനിടെയാണ് ഇറാനുമായി ഇനി ചർച്ചയ്ക്കില്ല എന്ന തരത്തിൽ ട്രംപ് പരാമർശം നടത്തുന്നത്. ഇറാൻ നേതാക്കളെ മോശം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ച ട്രംപ് ഇറാനുമായി ഏർപ്പെട്ട കരാർ അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില 3% ഉയർന്നു. ഓഹരി വിപണികളും കൂപ്പുകുത്തി. ഇന്ത്യൻ ഓഹരി വിപണിയും വലിയ നഷ്ടത്തിലായി. 1677 പോയിന്റാണ് സെൻസെക്സിൽ ഇടിഞ്ഞത്. നിഫ്റ്റി 516 പോയിന്റ് താഴ്ന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടക്കാല കരാറിൽ ഒപ്പുവെച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും വെടിനിർത്തൽ നിലനിർത്താൻ അമേരിക്കയും ഇറാനും പാടുപെടുകയായിരുന്നു. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലുള്ള തങ്ങളുടെ നിയന്ത്രണം ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് തുടരാനുള്ള ഇറാന്റെ ശ്രമമാണ് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത്. ഇറാന്റെ നേതൃത്വത്തിലുള്ളവർ നീചന്മാരും മാനസിക രോഗികളും അക്രമാസക്തരുമാണ് എന്ന് ട്രംപ് പറയുന്നു. അവരുടെ കൈവശം ആണവായുധം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അത് പ്രയോഗിക്കുമായിരുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. എങ്കിലും ഇരുപക്ഷത്തെയും ചർച്ചാ പ്രതിനിധികൾക്ക് തുടർന്നും സംസാരിക്കാമെന്ന് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ നടപടിയെ സമയനഷ്ടം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഭ്രാന്തന്മാരുമായി ഇടപഴകുന്നതുകൊണ്ട് കാര്യമായ നേട്ടമൊന്നുമില്ല എന്നും ട്രംപ് ഇറാനെ പരിഹസിക്കുന്നു. പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണ് എന്ന് ഇറാൻ പ്രതികരിച്ചു കഴിഞ്ഞു. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു. ലെബനനിൽ യുദ്ധം തുടരുകയും ചെയ്തതോടെ മുൻപുണ്ടാക്കിയ സമാധാന ഉടമ്പടിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടതായി ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാനിൽ അമേരിക്ക വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് മേഖലയിലെ ശാന്തത പൂർണ്ണമായും ഇല്ലാതായി. ഇറാനിയൻ എണ്ണ വിൽപ്പനയിൽ യുഎസ് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇറാന്റെ 80-ലധികം സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ മെയ് മാസത്തിന് ശേഷം ഇറാനിൽ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളാണ്. നിരീക്ഷണ സംവിധാനങ്ങൾ, മിസൈൽ സൈറ്റുകൾ, തുറമുഖ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. സംസ്കാരം നടക്കുന്നതിനാൽ ആക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ ആ വാക്കിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുകയാണ്. മാർച്ചിൽ US-ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങളിലാണ് ഖമൈനി കൊല്ലപ്പെട്ടത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ 1 കോടിയിലധികം ഇറാനികൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരിൽ പലരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഖമനയ്ക്ക് വേണ്ടി ഇറാനികൾ കണ്ണീരൊഴുക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അത് വ്യാജ കണ്ണീരാണ് എന്ന് ട്രംപ് പറഞ്ഞതും ഇറാനികളെ ചൊടിപ്പിച്ചതാണ്. ഇതിനിടയിലാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തിരുന്നില്ല. പക്ഷേ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ UAE ശക്തമായി അപലപിച്ചു. സംഘർഷം ലഘൂകരിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ ഇറാന് സാധിക്കുന്നില്ല. ഖത്തർ, സൗദി അറേബ്യ കപ്പലുകൾക്ക് നേരെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ചുണ്ടായ ആക്രമണങ്ങൾ ഇതിന് തെളിവാണ് എന്ന് UAE പ്രസിഡന്റിന്റെ ഉപദേശകൻ അൻവർ ഗാർഗാഷ് എക്സിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഇറാനിലെ ബന്ദർ അബ്ബാസ്, സിരിക്ക്, ഖഷൻദ്വീപ് എന്നിവിടങ്ങളിലാണ് അമേരിക്ക സ്ഫോടനങ്ങൾ നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്നാണ് US വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച ആക്രമിക്കപ്പെട്ട കപ്പലുകളിൽ ഒമാൻ തീരത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പോകുകയായിരുന്ന അൽ റക്കയ്യാത്തും ഉൾപ്പെടുന്നു. ഹോർമൂസ് വഴിയുള്ള തങ്ങളുടെ അംഗീകൃത പാത മാത്രമേ സുരക്ഷിതമായുള്ളൂ എന്ന് ഇറാൻ മുമ്പ് പ്രഖ്യാപിച്ചതാണ്. ചൊവ്വാഴ്ച ആക്രമിക്കപ്പെട്ട കപ്പലുകൾ ഒമാനി തീരത്തിന് സമീപമുള്ള വഴിയിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്ന് ട്രാക്കിംഗ് വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇത്തരത്തിൽ കുഴഞ്ഞുമറിഞ്ഞ സ്ഥിതിക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രത്തിന് എത്ര ആയുസ്സുണ്ട് എന്ന ചോദ്യം ഉയരുകയാണ്. തർക്ക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സമഗ്ര കരാറായിരുന്നു
ഫ്രാൻസിലിരുന്ന് ഡൊണാൾഡ് ട്രംപും ടെഹ്റാനിലിരുന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പിട്ടത്. ധാരണകൾ ഏറെയും ഇറാൻ അനുകൂലമായിരുന്നു. എന്നിട്ടും അതുമായി മുന്നോട്ടു പോകാനാണ് അമേരിക്ക ശ്രമിച്ചത്. യുദ്ധം നിർത്താനുള്ള മുറവിളി ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കന്മാർ തുടങ്ങിയതാണ്. യുദ്ധം തുടർന്നാൽ നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തോൽവിയുണ്ടാകുമെന്ന് ഇവർ ട്രംപിനെ ധരിപ്പിച്ചതുമാണ്. അമേരിക്കയിൽ ട്രംപിന്റെ ജനസമ്മതി കുറഞ്ഞു വരുന്നതായി ചില സർവേകളും വെളിപ്പെടുത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇറാനുമായി വെടിനിർത്തലും പിന്നാലെ ധാരണയ്ക്കും ട്രംപ് തുനിഞ്ഞത്. പക്ഷേ ധാരണാപത്രത്തിൽ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുന്ന ഒന്നുമില്ലെന്നും ഇറാന് സ്വയം അടിയറവ് പറയുകയാണ് ചെയ്തത് എന്നും അമേരിക്കയിൽ തന്നെ വിമർശനമുയർന്നു. ഇത് ട്രംപിനെ അസ്വസ്ഥനാക്കി. കിട്ടുന്ന അവസരത്തിലെല്ലാം ഇറാനെ ഇകഴ്ത്തി സംസാരിച്ച് അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ യുദ്ധം തുടങ്ങി ഇന്ന് വരെ വെറുവാക്ക് പറഞ്ഞിട്ടില്ല ഇറാൻ. ട്രംപിന്റെ വാക്കുകൾക്ക് മറുപടി നൽകുന്നതല്ലാതെ ഇറാൻ അവരുടെ വാക്കുകളിൽ മിതത്വം പാലിച്ചു. അമേരിക്ക തന്നെ വധിച്ച ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളെ പോലും അധിക്ഷേപിച്ച് സംസാരിച്ചു ട്രംപ്. എന്നിട്ടും ട്രംപിന്റെ നിലവാരത്തിലേക്ക് താഴാൻ ഇറാനിലെ നേതാക്കൾ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയം. വാക്കുകളിൽ മിതത്വം പക്ഷേ പ്രവൃത്തിയിൽ ഇല്ല എന്ന് ഇറാൻ പലതവണ തെളിയിച്ചു. അമേരിക്കയും ഇസ്രായേലും ആദ്യമായി ആക്രമിച്ച ഫെബ്രുവരി 28 മുതൽ അടിക്ക് തിരിച്ചടി എന്ന നിലപാടിൽ നിന്ന് ഇറാൻ പിന്നോട്ടു പോയിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായും അവസാനമായും സംസാരിച്ചത് അമേരിക്കയാണ്, ഇറാനല്ല. ഒരു ഘട്ടത്തിൽ അമേരിക്കയെ നിസ്സഹായാവസ്ഥയിലാക്കുന്ന പ്രസ്താവന പോലും ഇറാനിൽ നിന്നുണ്ടായി. യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്, എന്നാൽ അത് എപ്പോൾ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ പറഞ്ഞു. അതുതന്നെയാണ് ഒടുവിൽ സംഭവിച്ചതും. ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോൾ പോലും അത് ഇറാന് അനുകൂലമായാണ് ഭവിച്ചത്. 14 ധാരണാപത്രത്തിലെ 12 വ്യവസ്ഥകളും ഇറാന്റെ ആവശ്യങ്ങളായിരുന്നു. ആദ്യത്തെ വ്യവസ്ഥ തന്നെ ലെബനനിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന ധാരണയാണ്. അമേരിക്ക ലെബനനിൽ ഒരു സൈനിക നടപടിയും നടത്തുന്നില്ല. ഇസ്രായേലാണ് ലെബനനിലെ ഹിസ്ബുള്ള പോരാളികളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നത്. ഇറാന് വേണ്ടി അമേരിക്ക ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുമെന്ന തരത്തിലായി ധാരണാപത്രത്തിലെ വ്യവസ്ഥ. കരാറിൽ ഒപ്പിടാത്ത ഇസ്രായേൽ ഇപ്പോഴും ലെബനനെ ആക്രമിക്കുന്നു. ഇറാൻ പക്ഷേ പഴിക്കുന്നത് അമേരിക്കയാണ്. കാരണം ധാരണാപത്രത്തിലെ ആദ്യ വ്യവസ്ഥ തന്നെ ലംഘിച്ചതിന് ഉത്തരവാദി അമേരിക്കയാണ് എന്ന് ഇറാൻ പറയുന്നു. ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിച്ച ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തേണ്ടത് അമേരിക്കയാണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇത്തരത്തിൽ ഇറാന് മേൽക്കൈ നൽകുന്ന ഒരു കരാറുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഹോർമൂസിൽ ഇറാന്റെ നിയന്ത്രണം അനുവദിക്കുന്ന തരത്തിലാണ് ധാരണാപത്രത്തിലെ വ്യവസ്ഥ. ചുങ്കം പിരിക്കില്ലെങ്കിലും യൂസർ ഫീ വാങ്ങുമെന്ന് ഇറാൻ പറഞ്ഞു. കപ്പലുകൾ പോകേണ്ട ജലപാതയും നിഷ്കർഷിച്ചു. അത് ലംഘിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണവും ഉണ്ടായി. കരാറിൽ നിന്ന് പിന്നോക്കം പോകാൻ കാത്തിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ അവസരം ഇപ്പോൾ മുതലാക്കിയിരിക്കുന്നുവെന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്.